ഹലോ ഗൈസ്, ഗ്രീൻ ഓട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ ചാനലിൽ കൂടുതലും യൂസ്ഡ് ഓട്ടോറിക്ഷകളുടെ വീഡിയോസാണ് വരല്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് യൂസ്ഡ് ഓട്ടോറിക്ഷ തപ്പി നടക്കുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെന്നിയൂരുള്ള നമ്മുടെ മദീന ഓട്ടോ കൺസൾട്ടൻസിയിലാണ്. നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓരോ വണ്ടികളുടെയും കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. കമോൺ. പ്രൈവറ്റ് ഓട്ടോറിക്ഷ തപ്പി നടക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു കളക്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 2011 മോഡൽ നിൽക്കുന്ന KL53 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണിത്. ബജാജിൻ്റെ കുട്ടി ഡീസലാണ് പ്രൈവറ്റിൽ നിൽക്കുന്ന 2011 മോഡൽ. അപ്പോൾ എന്തായാലും 2031 വരെ പേപ്പറുള്ള വണ്ടിയായിരിക്കും. ഈ ഒരു വർഷത്തിലാണ് ഇതിൻ്റെ റിന്യൂവൽ വരുന്നത്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുക. കംപ്ലീറ്റ് കാര്യങ്ങൾ പണികളൊക്കെ കഴിച്ച് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ഒരു പാച്ച് വർക്കോ തുരുമ്പോ കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കാനില്ല. നേരെ കൊണ്ടുപോയി ഓടാം. ചെറിയൊരു ബഡ്ജറ്റിൽ പ്രൈവറ്റ് വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 75 രൂപയാണ്. നമ്മുടെ ബജാജിൻ്റെ തന്നെ ഒരു കുട്ടി ഡീസലാണ്. ഇത് 2011 മോഡൽ തന്നെയാണ്. ഇത് KL55 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന നമ്മുടെ തിരൂർ തന്നെയുള്ള വണ്ടിയാണിത്. നമ്മുടെ നാട്ടുകാരനെ ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പോൾ ഇതും പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കണ്ടീഷനുള്ള ഒരു നോർമൽ കണ്ടീഷനുള്ള വണ്ടിയാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പ്രൈവറ്റ് വണ്ടി തപ്പുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. KL55H രജിസ്ട്രേഷനിൽ വരുന്ന ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും 60,000 രൂപയുള്ളൂ. ചെറിയൊരു എമൗണ്ടിൽ നമുക്കൊരു ചെറിയൊരു പ്രൈവറ്റ് വണ്ടി സ്വന്തമാക്കാം. അതാണ് ഈ വണ്ടി. ഒരു വർഷം കൂടെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നമ്മൾ 2012 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന KL07 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2012 മോഡൽ വണ്ടിയാണിത്. ബജാജിൻ്റെ കുട്ടി ഡീസൽ പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പ്രൈവറ്റ് വണ്ടി തപ്പി നടക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ കണ്ടീഷനുള്ള വണ്ടിയാണ്. ചെറിയ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് റണ്ണിങ് പൈപ്പും അതുപോലെ റൂട്ട്സിൻ്റെ ഹോണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 85,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ എടുക്കാൻ വരുന്നവരാണെങ്കിൽ എന്തായാലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പറയുന്ന കറക്റ്റ് റേറ്റ് തന്നെ ആവില്ല. അപ്പോൾ എടുക്കാൻ ആത്മാർത്ഥമായിട്ട് വരുന്നവരൊക്കെ എന്തായാലും അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. അടുത്തൊരു പ്രൈവറ്റ് വണ്ടി കൂടെ നമ്മുടെ കയ്യിലുണ്ട്. നല്ല വൃത്തിയിൽ മൊത്തം പണിയെടുപ്പിച്ച ഒരു വണ്ടിയാണ്. ഇത് 2011 മോഡൽ KL55 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഫുള്ള് ഫിറ്റിങ്സ് ഒക്കെ കഴിച്ച് എല്ലാ വർക്കും കഴിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ളൊരു വണ്ടിയാണ്. പാച്ച് വർക്ക്, പെയിൻറ്റിങ്, അതുപോലത്തെ ഇൻറ്റീരിയർ വർക്കുകളും വുഡ് വർക്ക്, സീറ്റ് വർക്ക് ഒക്കെ കഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. നേരെ കൊണ്ടുപോയി വിടുക, വേറെ ഒന്നും നോക്കാനില്ല. KL55J രജിസ്ട്രേഷനാണ് ഈ വണ്ടി നിൽക്കുന്നത്. ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,05,000 നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യക്കാരാണെങ്കിൽ എന്തായാലും നമ്മൾ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കൊടുക്കും. ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം കണ്ടീഷനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി സ്റ്റോക്ക് ഇല്ലെങ്കിൽ അടുത്ത ഒരു ആ സെയിം കണ്ടീഷനിലുള്ള വണ്ടികൾ ഇവിടെ എന്തായാലും ഉണ്ടാകും. കാരണം അത്രയധികം വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ കണ്ട വണ്ടി അല്ലെങ്കിലും മറ്റു വണ്ടികൾ എന്തായാലും നമ്മുടെ ഗാരേജിൽ ഉണ്ടാവും. അപ്പോൾ ഇനിയൊരു വണ്ടി കൂടെ ഉണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് കാണിക്കാൻ. ലാസ്റ്റത്തെ വണ്ടിയാണിത്. പ്രൈവറ്റ് വണ്ടിയിൽ തന്നെ ബജാജിൻ്റെ കുട്ടി ഡീസൽ. ബജാജിൻ്റെ കുട്ടി ഡീസൽ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 35,000 ലെവലിൽ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും ഒരു വണ്ടിക്ക്. അപ്പോൾ KL10 നമ്മുടെ മലപ്പുറം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2011 മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്കൊരു 2026 വരെയാണ് ഇതിൻ്റെ നിലവിൽ പേപ്പർ ഉണ്ടാവുക. 2031 വരെ പേപ്പർ ആക്കാം. പിന്നെ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 75,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നല്ലൊരു വയലറ്റ് കളർ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോർമൽ കണ്ടീഷന് നമ്മൾ ഫുള്ളായിട്ട് ബോഡി ഇറക്കി പണി വെച്ചിട്ടുള്ള ഒരു കണ്ടീഷനില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള 2011 മോഡൽ നിൽക്കുന്നതൊക്കെ ഈ വർഷം റിന്യൂവൽ ആയതുകൊണ്ട് തന്നെ ഇനി കൊടുക്കുന്നവർക്ക് കസ്റ്റമർക്ക് എന്തായാലും 5 വർഷത്തെ പേപ്പറൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുക. നമ്മളിപ്പോൾ ലാസ്റ്റ് കാണിച്ച ഒരു വണ്ടിയും 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ 2031 വരെ പേപ്പറുള്ള വണ്ടികളാണ് നമ്മൾ ഈ 11-ൽ പറഞ്ഞിട്ടുള്ളതൊക്കെ. ആരെങ്കിലും പ്രൈവറ്റ് വണ്ടികൾ, ചെറിയ വണ്ടികൾ, ചെറിയ ബഡ്ജറ്റിൽ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കളക്ഷനുകൾ തീരുന്നതിന് മുന്നേ തന്നെ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.